നമസ്കാരം. ഇന്ന് നമ്മൾ ആഡി എന്ന വിഷയത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനാൽ ആഡി മോഡൽ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ആഡി മോഡലിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. ആഡി എന്ന മോഡലിനെ വിശദീകരിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആഡി എന്നാൽ ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ, അതായത് ISD ഫ്രെയിംവർക്ക്. പല ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് അവരുടെ അത്ഭുതകരമായ ഫ്രെയിംവർക്കിൽ കൂടി കോഴ്സ് ഡെവലപ്പ് ചെയ്യാനായി ഉപയോഗിക്കുന്നതാണ്. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. ആഡി എന്നാൽ അനലൈസിസ്, ഡിസൈൻ, ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ, പിന്നെ എവാല്യൂഷനിൽ കൂടി പഠിപ്പിക്കുന്ന രീതിയാണ്. ആഡി ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് ടൂൾ. ഇത് പ്രോജക്റ്റിനെ ഡിസൈൻ ടെക്നിക്കുകളിലൂടെ കോർഡിനേറ്റ് ചെയ്യാനായി നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇൻസ്ട്രക്ഷൻ ഓരോന്നായി നോക്കാം. ആദ്യത്തത് അനാലിസിസ് ഫേസ്. ഇതിലൂടെ വളരെ അത്യാവശ്യമായ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അവരുടെ ലേണിംഗ് എൻവിറോൺമെന്റ്, അവരുടെ നോളജ്, പിന്നെ അവരുടെ സ്കില്ലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് തോന്നാം. ഉദാഹരണത്തിന്, ഇവിടെയുള്ള ട്രെയിനീസ് ആരാണ്? അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഡിസൈർഡ് ന്യൂ ബിഹേവിയർ എന്താണ്? പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ കോൺസ്ട്രൻസ് എന്താണ്? ഡെലിവറി ഓപ്ഷൻസ് എന്താണ്? പെഡഗോജിക്കൽ കൺസിഡറേഷൻ എന്താണ്? മാത്രമല്ല, പഠിപ്പിക്കുന്നവർ എത്രമാത്രം സ്കില്ലുള്ളവരാണെന്നും അറിയണം. ഒപ്പം തന്നെ പ്രോജക്റ്റിന്റെ ടൈം ലൈനും അറിയണം. നമുക്കാവശ്യമുള്ളത് അനലൈസ് ചെയ്യുന്നത് മാത്രമല്ലാതെ ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ചേ പറ്റൂ. ഈ അനാലിസിസ് നടക്കുന്ന സമയത്ത് ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് തന്റെ പ്രവൃത്തികൾ കൂടുതലും നന്നാക്കാൻ എന്താണ് ചെയ്യുന്നതെന്നും അവരുടെ ആക്ഷൻ എങ്ങനെ ബെറ്ററാക്കാമെന്നും ശ്രദ്ധിക്കണം. ഡിസൈൻ ഫേസ്. ഇത് ലേണിംഗ് ഒബ്ജക്റ്റീവ് ബന്ധപ്പെട്ട കാര്യമാണ്. ടെസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ്, എക്സസൈസ്, കണ്ടന്റ്, സബ്ജക്ട് മാറ്റർ അനലൈസിസ്, ലെസൺ പ്ലാനിംഗ്, പിന്നെ മീഡിയ സെലക്ഷനെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ സിസ്റ്റമാറ്റിക്കും സ്പെസിഫിക് ആയിട്ടും ഉണ്ടാവണം. സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ ലോജിക്കൽ പ്രോസസ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സ്ട്രാറ്റജിക് എന്താണെന്ന് അറിയണം. പിന്നെ ഡെവലപ്പ് ചെയ്യണം, എവാല്യൂട്ട്സും ചെയ്യണം. ഐഡന്റിഫൈയില് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്ലാൻ പോയിന്റായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഡിസൈൻ ഫേസിൽ ഡിസൈൻ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡിസൈൻ പ്രപ്പോസൽ, കോൺസെപ്റ്റ്, ആവശ്യമുണ്ടെങ്കിൽ സ്ട്രക്ചർ നോട്ടും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഡെവലപ്മെന്റ് ഫേസ്. ഈ സ്റ്റെപ്പിലാണ് പഠിക്കാൻ വരുന്നവർക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. പഠിച്ച കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും സഹായകരമായിരിക്കും. ഈ ലേണിംഗിലൂടെ പ്രോഗ്രാമേഴ്സ് ടെക്നോളജി ഡെവലപ്പും കമ്പൈനും ചെയ്യും. ഡിസൈനേഴ്സ് സ്റ്റോറി ബോർഡ്, മെറ്റീരിയൽസ്, പിന്നെ പ്രൊസീജിയേഴ്സും ക്രിയേറ്റ് ചെയ്യും. ഡിസൈനേഴ്സ് അവർക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ഉപയോഗിച്ച് അത് റിവ്യൂ ചെയ്യും അല്ലെങ്കിൽ ചേഞ്ചസും കൊണ്ടുവരും. ഇംപ്ലിമെന്റേഷൻ ഫേസ്. ഈ പാർട്ടിലാണ് ഇൻസ്ട്രക്ടേഴ്സിനും ലേണേഴ്സിനും ആവശ്യമുള്ള പ്ലാൻസ് ക്രിയേറ്റ് ആവുന്നത്. ഇൻസ്ട്രക്ടേഴ്സ് അവരുടെ കോഴ്സ് കരിക്കുലം അതെങ്ങനെ പഠിപ്പിക്കണമെന്നതും പിന്നെ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെ ചെയ്യണമെന്ന കാര്യങ്ങളും നോക്കും. പ്രിപ്പറേഷൻ ഓഫ് ലേണേഴ്സ്. പ്രിപ്പറേഷൻ ഓഫ് ലേണേഴ്സിൽ അവർക്ക് പുതിയ ടൂൾസ്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയറിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കും. അങ്ങനെ ആ ട്രെയിനി അത് മൊത്തം രജിസ്റ്റർ ചെയ്യും. ഇംപ്ലിമെന്റേഷൻ. ഇതിനെ ടെസ്റ്റിംഗ് ഡിസൈൻ എന്നും വിളിക്കാൻ കഴിയും. എവല്യൂഷൻ ഫേസ്. ഇതിന് നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാൻ കഴിയും. അനലൈസിസ് പിന്നെ ഡിസൈൻസ്. അനലൈസിസിൽ എല്ലാ സെക്ഷനിലും ഒരു ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസൈൻ സെക്ഷനിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ അവസാനമായിട്ടായിരിക്കും വരുന്നത്. ഡോണൽ ക്രിക്ക് പ്രാക്ടീസിന്റെ 4 ലെവൽ ലേണിംഗ് എവല്യൂഷൻ. അത് ആഡി പ്രോസസ്സിൽ ഈ ഫേസിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ഫേസ് ചില സമയത്ത് ഓവർലാപ്പ് ആവാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇന്റർലേറ്റഡും ആവാം. പക്ഷെ ശരിക്കും പറയണമെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ നല്ലൊരു ഗൈഡ് ലൈൻ ആയിരിക്കും. ഇതിൽ കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയും. സാമ്പിൾ ടാസ്ക്, സാമ്പിൾ ഔട്ട്പുട്ട്, അനാലിസിസ് എന്ത് പഠിപ്പിക്കണമെന്ന് പറയുന്ന ഒരു രീതിയാണ്. ലേണർ പ്രൊഫൈൽ, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, ടാസ്ക് അനാലിസിസ്, ലേണർ പ്രൊഫൈൽ, ഡിസ്ക്രിപ്ഷൻ ഓഫ് കോൺസ്ട്രൈൻറ്റ്സ്, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ്, ടാസ്ക് അനാലിസിസ്, ഡിസൈൻ. ഇത് എങ്ങനെ പഠിപ്പിക്കണമെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു രീതിയാണ്. റൈറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പ് ടെസ്റ്റ് ഐറ്റംസ്, പ്ലാൻ ഇൻസ്ട്രക്ഷൻ, ഐഡന്റിഫൈ റിസോഴ്സസ്, മെഷറബിൾ ഒബ്ജക്റ്റീവ്സ്, instructional strategy, prototype specifications.
ഡെവലപ്മെന്റ് ഓരോ മെറ്റീരിയലും എന്താണെന്ന് മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് എഴുതുന്നതും. വർക്ക് വിത്ത് പ്രൊഡ്യൂസേഴ്സ്, ഡെവലപ്പ് വർക്ക് ബുക്ക്, ഫ്ലോ ചാർട്ട് പ്രോഗ്രാം, സ്റ്റോറി ബോർഡ്, സ്ക്രിപ്റ്റ്, എക്സസൈസസ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇംപ്ലിമെന്റേഷൻ പ്രോജക്റ്റിനെ റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതി. ടീച്ചേഴ്സ് ട്രെയിനിങ്, ട്രൈ ഔട്ട്, സ്റ്റുഡന്റ് കമാൻഡ്സ്, ഡേറ്റ. എവാല്യൂഷൻ ഇൻസ്ട്രക്ഷൻ ഒക്കെ ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. റെക്കോർഡ് ടൈം ഡേറ്റ, ഇന്റർപ്രറ്റ് ടെസ്റ്റ് റിസൾട്ട്സ്, റിവൈസ് ആക്ടിവിറ്റീസ്, റെക്കമെൻഡേഷൻസ്, റിവൈസ്ഡ് പ്രോട്ടോടൈപ്പ്. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ആഡി മോഡൽ എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഫ്രെയിംവർക്കാണ്. ഇതിൽ അനലൈസിസ്, ഡിസൈൻ, ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ പിന്നെ എവല്യൂഷൻ ഫേസസും ഉണ്ട്. ഇതിൽ ലേണേഴ്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് പിന്നെ എൻവിറോൺമെന്റും ഉണ്ട്. ഇതിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടും സ്പെസിഫിക് ആയിട്ടും നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ടെക്നോളജി, ഇന്റഗ്രേഷൻ, ഇംപ്ലിമെന്റേഷൻ പ്രൊസീജിയേഴ്സ് പിന്നെ എവല്യൂഷൻ മെത്തേഡ്സ്. ഇതിലൂടെ കൺസ്ട്രക്റ്റഡ് പ്ലാനിങ്ങും എഫക്റ്റീവ് എക്സിക്യൂഷനും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റും ലഭിക്കും. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.